ഇനിയിപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരാതിയുമായി ഏലൂർ നഗരസഭ രാസമാലിന്യം ഒഴുക്കിയ കമ്പനികൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി ഇപ്പോൾ എബി തോമസ് ചേരുന്നുണ്ട്. എബി, പെരിയാറിലെ ഈ ഒരു മത്സ്യക്കുരുതി വിഷയവുമായി ബന്ധപ്പെട്ട് ദിനംപ്രതി നിരവധി പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ നഗരസഭ ഏലൂർ നഗരസഭ കൂടി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ? ഹരിത, ഇന്നാണ് ഏലൂർ നഗരസഭ ഇത്തരത്തിലൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഏലൂർ പോലീസ് സ്റ്റേഷനിലാണ് നഗരസഭ പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ നഗരസഭ ഇത്തരത്തിൽ ഏതൊക്കെ കമ്പനികളാണ് ഇവിടേക്ക് വെള്ളം ഒഴുക്കുന്നത് അല്ലെങ്കിൽ മലിനജലം ഒഴുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് നോട്ടീസ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിയമ നടപടിയുമായി പോലീസിൽ പരാതി നൽകിക്കൊണ്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ ഏലൂർ നഗരസഭയുടെ പരിധിയിലും സമീപത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഫാക്ടറികളിൽ നിന്നും ഈ ഇത്തരത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ രാസമാലിന്യം ഈ പുഴയിലേക്ക് ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവൃത്തി നിരവധിയായിട്ടുള്ള മത്സ്യങ്ങൾ ചത്തുപൊങ്ങാനായിട്ട് നദിയിൽ ചത്തുപൊങ്ങാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ നദിയുടെ തന്നെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഒരു നടപടിയായിട്ടാണ് ഇതിനെ കണക്കാക്കാൻ കഴിയുക. ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കണം, ഇന്ത്യ ശിക്ഷാ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രധാനമായി ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഏലൂർ നഗരസഭ പൊല്യൂഷൻ കൺട്രോൾ സമീപിച്ചിരുന്നു. ഏതൊക്കെ കമ്പനികളാണ് ഇത്തരത്തിൽ ഈ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ ആ കമ്പനികളുടെ പേര് വിവരങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നഗരസഭ നേരത്തെ നടത്തിയിരുന്നത്. അതിന് തൊട്ട് മുന്നത്തെ ദിവസം തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ മത്സ്യക്കുരുതിക്ക് കാരണക്കാരായിട്ടുള്ള കമ്പനിക്ക് അത് അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡും നീങ്ങിയിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ്. ആ ഒരു സാഹചര്യം പരിഗണിച്ചാണ് ഏലൂർ നഗരസഭ ഇത്തരത്തിലൊരു പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ശരി. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരാതിയുമായി ഏലൂർ നഗരസഭ രാസമാലിന്യം ഒഴുക്കിയ കമ്പനികൾക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായാണ് ഇപ്പോൾ നഗരസഭ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എബി തോമസ്.